രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദ്വാരക. ശ്രീകൃഷ്ണന്റെ നഗരമാണ് ദ്വാരക. ദ്വാപര യുഗത്തിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു ദ്വാരകയെന്ന് പുരാണങ്ങൾ പറയുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക കടലിൽ മുങ്ങിപ്പോയി എന്ന് കരുതപ്പെടുന്നു. 7 തവണ കടലിൽ മുങ്ങിപ്പോയി എന്നും 7ാമത്തെ തവണ പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ കാണപ്പെടുന്നത് എന്നുമാണ് വിശ്വാസം. ദ്വാരകയിലെത്തി പ്രാർത്ഥിച്ചാൽ മോക്ഷഭാഗ്യം ഉറപ്പാണെന്നും വിശ്വസിച്ചു വരുന്നു. ദ്വാരകയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. അതായത് ഇത്തരത്തിൽ ഒരുപാട് അമൂല്യമായ സമ്പത്ത്, പാരമ്പര്യം, ചരിത്രമൊക്കെ ഭാരതത്തിലുണ്ട് എന്ന് ഭാരതീയർക്ക് പോലും അറിയില്ല എല്ലാവർക്കും. അപ്പോൾ വിദേശികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? മോദിയുടെ സന്ദർശനത്തോടെ രാജ്യാന്തര തലത്തിൽ തന്നെ ദ്വാരക ഇന്ന് ശ്രദ്ധ നേടുന്നു. എന്താണ് ദ്വാരകയെന്ന് ആളുകൾ സെർച്ച് ചെയ്ത് നോക്കുന്നു. പലരും അത്ഭുതപ്പെട്ടു പോകുന്നു. ഗുജറാത്ത് തീരത്തിന് സമീപം കടലിൽ മുങ്ങിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രാർത്ഥന വലിയ ചർച്ചയാവുകയാണ്. ആഴക്കടലിൽ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോയ ദ്വാരക നഗരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തെത്തിയാണ് നരേന്ദ്രമോദി പ്രാർത്ഥിച്ചത്. ഇന്ത്യയുടെ ആത്മീയവും ചരിത്രപരവുമായ വേരുകളുമായി അപൂർവവും അഗാധവുമായ ബന്ധം ഈ അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ശ്രദ്ധാഞ്ജലിയായി വെള്ളത്തിനടിയിൽ അദ്ദേഹം മയിൽപീലിയും സമർപ്പിച്ചു. കടലിൽ മുങ്ങിയ ശേഷമായിരുന്നു ക്ഷേത്രത്തിന്റെ ദർശനം. മുങ്ങുന്നതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന ദ്വാരക നഗരത്തിൽ പ്രാർത്ഥിക്കാൻ സാധിച്ചത് ദൈവികമായ അനുഭൂതിയായിരുന്നു. ആത്മീയ മഹത്വത്തിലും കാലാതീതമായ ഭക്തിയിലും പുരാതന യുഗവുമായി ബന്ധമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ മോദി ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. കടലിൽ മുങ്ങിപ്പോയ ദ്വാരക നഗരത്തിലെ ഭാഗങ്ങൾ ഇന്നും ചരിത്രകാരന്മാരുടെയും സഞ്ചാരികളുടെയും ഒക്കെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ്. പുരാതന നഗരങ്ങളിലൊന്നിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കടലിനടിയിൽ കാണാം. ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല, ജൈനർക്കും ബുദ്ധമത വിശ്വാസികൾക്കുമെല്ലാം ഇതൊരു പുണ്യ നഗരമാണ്. ശ്രീകൃഷ്ണൻ രാജാവായി ഭരിച്ചിരുന്ന രാജ്യത്തെയാണ് ദ്വാരക എന്നറിയപ്പെടുന്നത്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഏറെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ദ്വാരകയ്ക്ക് ചരിത്രത്തിലേക്കും പുരാണത്തിലേക്കും ഒരേ സമയം ആളുകളെ നയിക്കുവാൻ സാധിക്കും. ഇന്നത്തെ ദ്വാരകയിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഇവിടുത്തെ ദ്വാരകാധീശ് ക്ഷേത്രം. ദ്വാരകാധീശനായി ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദ്വാപര യുഗത്തിലാണ് ഇവിടെ ശ്രീകൃഷ്ണൻ ഭരണം നടത്തിയിരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ദ്വാരകാധീശ് എന്നാണ് ശ്രീകൃഷ്ണനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. 5000-ഓളം വർഷം നിലവിലെ ഈ നഗരത്തിന് തന്നെ പഴക്കമുണ്ട്. സമുദ്രനിരപ്പിനോട് ചേർന്നാണ് ദ്വാരക നഗരം സ്ഥിതി ചെയ്യുന്നത്. യാദവർക്ക് വേണ്ടി ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ച നഗരമാണിതെന്നും കരുതപ്പെടുന്നു. ദ്വാരകയിൽ കൃഷ്ണനെ രാജാവായി ആരാധിക്കുന്ന ക്ഷേത്രമാണ് ദ്വാരകാധീശ് ക്ഷേത്രം. ശ്രീകൃഷ്ണന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പൗത്രനായ വജ്രനാഭനാണ് ഇന്നത്തെ ദ്വാരകാധീശ് ക്ഷേത്രത്തിന്റെ ആദ്യ രൂപം നിർമ്മിച്ചത്. തന്റെ ജനങ്ങൾക്കായി കടലിൽ നിന്ന് ഉയർത്തിയെടുത്ത പ്രദേശത്തിന്റെ അവശേഷിക്കുന്ന ഭാഗത്തിന് സമീപമാണ് ക്ഷേത്രമുള്ളത്. മധുരയിൽ നിന്നും എത്തിയ ശ്രീകൃഷ്ണൻ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം ഇവിടെയാണ് ജീവിച്ചത്. ഹരിഗ്രഹ എന്ന് അറിയപ്പെടുന്ന ഇവിടെ ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ ഭാഗത്തിന് 2500 വർഷത്തിലധികം പഴക്കമുണ്ട്. അക്കാലത്ത് ലഭ്യമായതിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ച് ചാലൂക്യ വാസ്തുവിദ്യയിലൂടെയാണ് ക്ഷേത്രം നവീകരിച്ചിരിക്കുന്നത്. 5 നിലകളിലായിട്ടാണ് ദ്വാരകാധീശ് ക്ഷേത്രം. 72 തൂണുകളാണ് ക്ഷേത്രത്തെ താങ്ങി നിർത്തുന്നത്. ദ്വാരകാധീശനായി വിഷ്ണുവിന്റെ ത്രിവിക്രമ രൂപത്തിലാണ് കൃഷ്ണപ്രതിഷ്ഠ. എന്തായാലും ദ്വാരക വീണ്ടും ഇന്ത്യക്കകത്തും പുറത്തും ചർച്ചയാവുകയാണ്. മയിൽപീലികളുമായി കടലിനടിയിലെ ദ്വാരകയുടെ അവശിഷ്ടങ്ങളുള്ള കൃഷ്ണന്റെ ആ പുരാതന നഗരത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും രാജ്യാന്തര മാധ്യമങ്ങൾ തന്നെ വലിയ പ്രാധാന്യത്തോടെ ഇന്ന് വാർത്തയാക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.